ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന ഇൻഫിനിറ്റി പവർ സ്റ്റിയറിംഗ് ഓയിൽ ലീക്ക് ആയിട്ടാണ് വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ വന്നിരിക്കുന്ന പവർ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ പവർ സ്റ്റിയറിംഗ് ആണ്. ഇതിൽ ഇലക്ട്രിക്കൽ മോട്ടറും ഉണ്ട്, അതേമാതിരി തന്നെ ഹൈഡ്രോളിക്കിൻ്റെ യൂണിറ്റും കാര്യങ്ങളും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കസ്റ്റമർ കംപ്ലയിൻറ്റ് കൊണ്ടാണ് ഈ ഒരു വാഹനത്തിൽ ഈ ഒരു ലീക്ക് വരാണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു വാഹനത്തിൽ പവർ സ്റ്റിയറിംഗ് ഓയിലിന് വരെ കസ്റ്റമർ കൂളൻ ടാങ്ക് ആണെന്ന് വിചാരിച്ച് ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചു. അതാണ് പറ്റിയിട്ടുണ്ടായിരുന്ന മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. അതിനുശേഷം ഇതിൻ്റെ സീലും കാര്യങ്ങളൊക്കെ ഡാമേജ് ആയി. ഇത് കണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ഫുൾ സെറ്റ് എന്ന് പറയുന്നത്. പവർ സ്റ്റിയറിംഗ് കംപ്ലീറ്റ് സെറ്റാണിത്. ഇത് ഒരു വിത്ത് മൊഡ്യൂൾ മോട്ടർ എന്ന് വേണം നമുക്ക് പറയാം. ഇത് ഫുൾ സെറ്റോട് കൂടിയാണ് വരുന്നത്. നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ സെറ്റ് റീപ്ലേസ് ചെയ്യുന്നില്ല, നമ്മളിതിപ്പോൾ റിപ്പയർ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ സീലും കാര്യങ്ങളൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഇത് കണ്ടല്ലോ, ഈ ഒരു അവസ്ഥയിൽ വന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് കസ്റ്റമർ വെള്ളം ഒഴിച്ച് അബദ്ധം പറ്റിപ്പോയി. അതിനുശേഷം ഡ്രൈവൊക്കെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ സീലും കാര്യങ്ങളൊക്കെ ഡാമേജ് ആയി. ഇതിൻ്റെ പമ്പിനും മോട്ടറിനൊന്നും കാര്യമായിട്ട് ഡാമേജൊന്നും സംഭവിക്കാത്തതുകൊണ്ടാണ് നമ്മളിതിൻ്റെ സീല് മാത്രം നമ്മൾ റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. വേറെ പമ്പിൻ്റെ പ്രഷറിനോ അതേമാതിരി സ്റ്റിയറിങ്ങിൻ്റെ ടൈറ്റിനോ അങ്ങനത്തെ വേറെ പ്രശ്നമോ ടൈറ്റോ അങ്ങനത്തെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ എല്ലാ സീലും കാര്യങ്ങളെല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് അഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. നമ്മളിതിൻ്റെ സീലും അതേമാതിരി അതിൻ്റെ ഓറിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലോ ഉപകാരപ്പെട്ടെങ്കിലോ ജർമ്മൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല വീഡിയോ ചാനലിലൂടെ വരുന്നതാണ്. നമ്മൾ വർക്കെല്ലാം തന്നെ കംപ്ലീറ്റ് ആയി. അതിനുശേഷം റോഡ് ടെസ്റ്റും കാര്യങ്ങളെല്ലാം പോയിട്ട് വന്നു. അതിനുശേഷം നമ്മൾ ഫ്ലൂയിഡ് വീണ്ടും ചെക്ക് ചെയ്തു. എല്ലാ ലെവലും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. നമ്മൾ ഈ ഒരു സിസ്റ്റം ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ഇതിൻ്റെ ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫ്ലഷ് ചെയ്തിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും അതിൻ്റെ അകത്തുള്ള ഷെയറിങ് റാക്കിലും കാര്യങ്ങൾക്കും ഉള്ള എല്ലാ വെള്ളത്തിൻ്റെ അംശവും ഇതിലേക്ക് വരുന്നതാണ്. നമ്മളിതിൻ്റെ എല്ലാം തന്നെ കംപ്ലീറ്റ് പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ ബ്ലീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം സ്റ്റെയറിംഗ് ടൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതേപോലെയുള്ള പണികൾ നിങ്ങളുടെ വാഹനത്തിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമീപിക്കാൻ പറ്റിയ നല്ല വർക്ക്ഷോപ്പാണ് അബുദാബിയിലും ദുബായിലുള്ള ആര്യ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാത്തരം വർക്കും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ മിതമായ നിരക്കിൽ നിങ്ങൾക്ക് ഇവിടെ എല്ലാ വർക്കുകളും ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരിക്കൽ കൂടെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.